അപ്പം ഇപ്പം സോഷ്യൽ മീഡിയയിൽ 2 ദിവസമായിട്ട് നമ്മുടെ MRC തൊപ്പി ഗ്യാങ്ങും തൊപ്പി എന്ന നിഹാദും ഗ്യാങ്ങും ഒക്കെയാണുള്ള വിഷയം. ഇവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഇപ്പം ഷമീർ ആയാലും ഇപ്പോൾ ബാക്കി ക്രൂ മെമ്പേഴ്സ് ആയാലും പറയുന്നത് കേൾക്കുമ്പം കുറേയൊക്കെ അതിനകത്ത് കാര്യമുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഞാൻ പറയുന്നത് ഇവിടെ പറഞ്ഞത് എൻ്റെ വ്യക്തിപരമായിട്ട് അഭിപ്രായമാണ്. ഈ തൊപ്പി എന്നുള്ള ക്യാരക്ടറിൽ നിന്നും നിഹാദിലേക്കുള്ള ഒരു ചേഞ്ച് ഉണ്ട്. അത് ഒരു സമയത്ത് ഓക്കെ ആയിരുന്നു. നമുക്കാണേലും ഞാൻ ഇവിടെ ലൈവ് ഇടയ്ക്ക് കണ്ടിട്ടുള്ളതാണ്. അപ്പം നമുക്കാണേലും തോന്നും കൊള്ളാലോ, ഇത് ഒരു നല്ലൊരു ചേഞ്ചാണല്ലോ എന്ന്. പക്ഷെ പോകും തോറും ഇത് പതിയെ നമുക്ക് ഫേക്ക് അടിക്കാൻ തുടങ്ങി. മീൻസ് മൊത്തത്തിലൊരു ഒരു നിഗൂഢതയും ഒരു ഒരു ഇവനങ്ങ് വല്ലാണ്ട് അധികാരഭാവത്തിൽ ബാക്കിയുള്ളവരോട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ബാക്കിയുള്ളവരോട് പ്രവർത്തിക്കുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അന്നേരമാണ് ഞാൻ ഈ സംഭവം അൺഫോളോ ചെയ്യുന്നതും ശ്രദ്ധിക്കാതാകുന്നതും. പിന്നീട് ഈ 2 ദിവസം മുന്നേ ആണ് നമ്മളിത് ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് വീണ്ടും. അന്നേരം അപ്പം ഇടയ്ക്ക് വെച്ച് ഇവർ സ്ട്രീം നിർത്തിയതൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. അപ്പം ഞാൻ ഓർത്തു ഓക്കെ, സിനിമ കിട്ടി, അങ്ങനെ പോയി, അതായിരിക്കുമെന്ന്. പിന്നീട് ഈ കഴിഞ്ഞ 2 ദിവസം കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഈ ഒരു ഗ്യാങ്ങിനകത്ത് നടക്കുന്നുണ്ട്. ഭയങ്കര വാങ്ങാതെങ്ങാന്നും പറഞ്ഞുകൊണ്ടായിരുന്നല്ലോ സോഷ്യൽ മീഡിയയിൽ ഇവരുടെ ഒരു ഒരു കുറേ നാളത്തെ ഈ ട്രാവൽ നടന്നുകൊണ്ടിരുന്നത്. അന്നേ ഇത് സീക്രട്ടായി എന്നൊക്കെ പറഞ്ഞാൽ അന്നേ നമുക്കത് അറിയാതെ ഇത് ഇന്നല്ലെങ്കിൽ നാളെ തമ്മിൽ പിരിഞ്ഞു പോകുന്നുള്ളത്. ഒന്നാമത്തെ കാര്യം, ഫിനാൻസ് ഇതിൻ്റെ ഇടയ്ക്ക് കയറി നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അടി പൊട്ടും ഒരു സമയം കഴിയുമ്പോൾ. ഇപ്പം ഇവർ പറയുന്ന വെച്ചാണെങ്കിൽ ഇവരെ മുഴുവനും ഊമ്പിച്ച് പാലം കിടത്തിയിട്ട് കാശ് മുഴുവനും തൊപ്പിയുടെ അണ്ണാക്കിലായിരുന്നു ഇരുന്നിരുന്നത്. ആ രീതിയാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. ഇപ്പം അങ്ങനെയാണെങ്കിൽ തൊപ്പി കാണിച്ചത് പക്ക തന്തയില്ലാത്തരം തന്നെയാണ്. കാരണം ഈ ഗ്യാങ് ആക്കിയത് ഈ പറയുന്ന വ്യക്തികൾ തന്നെയാണ്. അതിൽ ഈ റാംബോ എന്ന് പറഞ്ഞ വാണത്തിനെയാണ് എനിക്ക് കണ്ണെടുത്താൽ കണ്ടുവിടാത്തത്. കാരണം അവൻ്റെ ഒരു ഓവർ ആക്ടിങ്, അവൻ ഏതാണ്ട് ഇവൻ്റെ ഒരു പിടിച്ചു വെപ്പുകാരൻ, അല്ലെങ്കിൽ സോറി അങ്ങനെയല്ല, ഒരു ഒരു പക്ക ലോക്കൽ ഗുണ്ട ലൈനിലാണ് ഈ റാംബോ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ അതിനകത്ത് പൊക്കോണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് അഭിപ്രായമായിട്ട് പറയുന്നത്. അപ്പോൾ എന്നാണേലും ഇപ്പം നിലവിൽ തൊപ്പി എന്ന ഫേക്കിനെ എക്സ്പോസ് ചെയ്തിരിക്കുവാണ്. ഇത് പുറമേക്കാരും കൂടെ നിൽക്കുന്നവർ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് കുറച്ചൊക്കെ വിശ്വസിക്കാം. എനിക്കും തോന്നിയിട്ടുണ്ട് ഫേക്കാണെന്ന്. അപ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങൾക്കുള്ള മറുപടിയായിട്ട് തൊപ്പി വരും 2 ദിവസത്തിനുള്ളിൽ നിന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഇവൻ ഒരിക്കലും ഈ പറഞ്ഞ ഫിലിം എന്ന ഒറ്റ ഇതിനകത്ത് ഇവൻ രക്ഷപ്പെട്ടു പോയി എന്നുള്ള കാര്യത്തിൽ 150% ഗ്യാരണ്ടിയാണ് രക്ഷപ്പെട്ടു പോയി അവൻ ഫിലിമിൽ. അപ്പം പിന്നീടുള്ള ഇവൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയയാണ്. അപ്പം അതിനകത്ത് ഇവൻ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഒരു ന്യായീകരണമായിട്ട് വരും. അപ്പം നമുക്ക് ബാക്കി എന്നെപ്പോലെയുള്ള ഒത്തിരി പേര് ഇത് നോക്കിയിരിപ്പുണ്ട് എന്താ സംഭവിക്കുക എന്നുള്ളത്. അപ്പം അതിനുള്ള ബാക്കി നമുക്ക് അന്നേരം പറയാം. ഓക്കെ, ഇപ്പം ഞാൻ കുറേ കാലമായിട്ട് ഇങ്ങനെ വീഡിയോസ് ചെയ്യാറില്ലായിരുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് എൻ്റെ ഞാൻ ഷോർട്സ് ഇടാറുണ്ട്, പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാറുണ്ട്. അങ്ങനെ ഞാനിതങ്ങ് പറഞ്ഞു എന്ന് മാത്രം. എന്നാണ് വരും ദിവസങ്ങളിൽ ബാക്കി നമുക്കറിയാം. എന്നാണ് തൊപ്പി ഇതിൻ്റെ ന്യായീകരണമായിട്ട് വരും. ഓൾറെഡി റാംബോ തുടങ്ങിയിട്ടുണ്ട്, ന്യായീകരണം പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ബാക്കി ഇനി തൊപ്പികളെ വരട്ടെ. എന്നാലേ ഇത് കൂടുതലൊരു കളറാകുകയുള്ളൂ. അപ്പോഴേ സത്യങ്ങൾ കൂടുതൽ പുറത്തു വരുള്ളൂ.